ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി കാർണോട്ട് ടു സ്കൂൾ. കാർണോട്ട് ടു സ്കൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പോൾ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമായ SSC, ആർമി, നേവി, പിന്നെ കാറ്റ്, പിന്നെ പ്രൈവറ്റ് ജോബിനെല്ലാം ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ടാവും. ഓക്കെ, ലോജിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അതിൽ പെട്ടൊരു ടോപ്പിക്കാണ് പേഴ്സൻറ്റേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ഈ പേഴ്സൻറ്റേജ്? കുറച്ച് പേഴ്സൻറ്റേജുമായി ബന്ധപ്പെട്ട പോപ്പുലേഷൻ ബേസ്ഡ് വെൻ ഡയഗ്രാം പ്രോബ്ലംസ്, പിന്നെ പേഴ്സൻറ്റേജ് ഇൻക്രീസ്, പിന്നെ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, പിന്നെ സക്സസീവ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഓക്കെ, പിന്നെ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്, കൺസപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മിസലേനിയസ് കുറച്ച് പ്രോബ്ലംസ്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ എന്താണ് ഈ പേഴ്സൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ വളരെ വലുതാണ്. കാരണം ഈ പേഴ്സൻറ്റേജ് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫറെല്ലാം ഇടുമ്പോൾ എന്താ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്? എന്താണ് ഈ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു സാധനം ഡിവൈഡ് ഇൻറ്റു 100 പാർട്സ്. ഓക്കെ, അപ്പോൾ 100 പാർട്സ് ആക്കും. ഓക്കെ, അപ്പോൾ 1% ഈക്വൽ എനിക്ക് എഴുതാൻ പറ്റും 1/100. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷന് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേക്ക് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഷെയ്ഡഡ് പോർഷൻ ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദി ഫ്രാക്ഷൻ ഓഫ് ഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഭാഗം ഷെയ്ഡ് ചെയ്ത് ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 4 വരും, ന്യൂമറേറ്ററിൽ 1 വരും. ഓക്കെ, അൺഷെയ്ഡഡ് പോർഷനിൽ എന്ത് വരും? അൺഷെയ്ഡഡ് പോർഷൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ എന്ന് വെച്ചാൽ 1 2 3/4. ഓക്കെ, അതായത് 1/4 എന്ന് വെച്ചാൽ 25%, 25% എന്താ ഷെയ്ഡ് ചെയ്തത്. ഓക്കെ, അതിൽ നിന്നൊരു ഭാഗം കൊണ്ടുപോയി. 3/4 എന്ന് വെച്ചാൽ 75%. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കണം? പേഴ്സൻറ്റേജിൻ്റെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഫ്രാക്ഷനായിട്ട് നമുക്ക് ഇത് കുറച്ച് റിസൾട്ടാണ്. ഇത് കാണാണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ഇതെന്താക്കും? നെവർ മൈൻഡ് ആക്കി വിടും. ഇത് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കുറേ ടൈം വേസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സിലേക്ക് പോകും. ഉദാഹരണം 10%. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 100 പാർട്സ് ആക്കും. ഒരു സാധനത്തിന് 100 പാർട്സ് ആക്കും. അപ്പോൾ 1/100 ആണ് 1% എന്ന് വെച്ചാൽ അതിനെ ഫ്രാക്ഷനാക്കിയാൽ എന്ത് വരും? ഫ്രാക്ഷനാക്കിയാൽ 100 ഭാഗം, അങ്ങനെ പറയാം. ഓക്കെ, ഇപ്പോൾ 10% ഓഫ് 700, 700ൻ്റെ 10%. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 700 NCERT അപ്രോച്ച്. ഓക്കെ, NCERT അപ്രോച്ച് 700 × 10/100. അപ്പോൾ എത്ര ഒരു 100 0 ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ 70. ഓക്കെ, അപ്പോൾ 10% എന്ന് വെച്ചാൽ 70 ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എത്ര വരും? അടുത്തൊരു ക്വസ്റ്റ്യൻ 10% ഓഫ് 7600. 10/100 × 7600 കട്ട് ചെയ്താൽ എന്ത് വരും? 760. അപ്പോൾ അങ്ങനെ പേഴ്സൻറ്റേജിൽ എഴുതാൻ പറ്റും. അതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ 10% ഓഫ് 860 ആകുമ്പോൾ എത്ര വരും? 10/100 × 860. അപ്പം എത്ര വരും? ഇത് ഒരു 0 കട്ടായി 8.6 × 10 വരും. അതായത് 886 വരും. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ പേഴ്സൻറ്റേജ് മാറ്റാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് റിസൾട്ട്സ് എഴുതാൻ പോവാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സൻറ്റേജ് ഫ്രാക്ഷൻ.
ഒരു പെർസെൻറ്റേജ് എങ്ങനെ ഫ്രാക്ഷൻ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കുക പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 1% നമ്മൾ ഓൾറെഡി പഠിച്ച്. 1% എത്ര? 1/100. ഓക്കെ അല്ലേ? ഇപ്പോൾ 2%ഓ? 2% എന്ന് വെച്ചാൽ 2/100 വരും. ഇനി 3% 3/100. 5% എത്ര വരും? 5/100. 5/100 ചെറുതായി കഴിഞ്ഞാൽ എന്താവും? 1/20 വരും. ഓക്കെ, പിന്നെ ഇനി ഫൈനൽ റിസൾട്ട് മാത്രമേ എഴുതൂ കേട്ടോ, ഫൈനൽ ഫ്രാക്ഷൻ മാത്രം. ഇനി 5% എഴുതി നമ്മൾ 10% എത്ര വരും? 10% എന്ന് വെച്ചാൽ 1/10. ഓക്കെ, അടുത്ത് 20%. 20% എത്ര? 1/5. 25% എത്ര? 1/4. 30% എത്ര? 3/10. 40% എത്ര? 2/5. 50% എത്ര? 1/2. ഓക്കെ, ഇപ്പോൾ ഒരു 60% എത്ര വരും? 60% 3/5. ഓക്കെ, 75% എത്ര വരും? 3/4, 3/4. 80% എത്ര വരും? 4/5. ഇനി 90% എത്ര വരും? 90%. 9/10. ഓക്കെ, 9/10. ഓക്കെ, അപ്പം നിങ്ങൾ ഈ റിസൾട്ടിൽ എന്താക്കുക, എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഇങ്ങനെ നമുക്ക് 40% ഓഫ് 55. അപ്പോൾ നിങ്ങളിങ്ങനെ 40/100 ഇൻറ്റു 55 എല്ലാം ചെയ്യാവുന്ന കുറേ ടൈം എടുക്കും. അപ്പോൾ 40% എന്ന് വെച്ചാൽ എത്ര? 2/5 ആണ് നമുക്കറിയാം. നമ്മളെന്താക്കിയത് 2/5 ഇൻറ്റു 55 ചെയ്താൽ പോരെ. അപ്പോൾ 55 5 എത്ര കിട്ടുമ്പോൾ 11 ടൈംസ് 2 ഇൻറ്റു 11 എത്ര? 22 ആണ്. 2 സെക്കൻഡിൽ നമുക്ക് ആൻസർ കിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ റിസൾട്ട്സ് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് ചില ആളെന്താക്കും, ഇത് പഠിക്കാൻ വേണ്ടി പോകും, കുറേ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻറ്റ്, ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ റിസൾട്ട് അറിയുമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ കാറ്റിനെല്ലാം വളരെ ഉപകാരപ്പെട്ട റിസൾട്ടാണ് ഇത്. അപ്പോൾ 75% ഓഫ് ഒരു ക്വസ്റ്റ്യൻ 40. അപ്പോൾ 75% എന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്. 75 എത്ര? 3/4 ആണ്. അപ്പോൾ 3/4 ഇൻറ്റു 40 എത്ര വരും? 40ൽ 4 10 ടൈംസ്. 3 ഇൻറ്റു 10 എത്ര? 3 ഇൻറ്റു 10 30. ഇത്ര പെട്ടെന്ന് ആൻസർ കിട്ടി. ഈസി അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്താക്കും, ഫ്രാക്ഷൻ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്താണ് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ? ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതെല്ലാം ബേസിക്കാണ്, മാത്സിൻ്റെ ബേസിക്കാണ് ഈ പെർസെൻറ്റേജ്. പക്ഷെ ഇത് കുറേ ആൾക്ക് അറിയില്ല ഇപ്പോഴും ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇങ്ങനെയുണ്ട്. AB/C. ഇതിന് നമ്മൾ എന്താക്കണം, പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? മിക്സ്ഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷനിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യുക? AB/C is equal to A into C plus B divided by C വരും. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് പ്ലസ് ചെയ്യുക, പിന്നെ ഡിനോമിനേറ്ററിലുള്ളത് ഡിനോമിനേറ്റർ തന്നെ. എക്സാമ്പിൾ 2/7/4. ഓക്കെ, 2/7/4. ഇതിന് മിക്സഡ് ഫ്രാക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 2 into 4 plus 7 divided by 4. അപ്പോൾ 2 into 4 എത്ര? 8. 8 plus 7 divided by 4. 8 plus 7 എത്ര? 15/4. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഓക്കെ, ഇത് പഠിച്ചില്ലേ? ഇനി നമ്മൾ എന്താക്കണം, ഇനി കുറച്ച് മിക്സഡ് ഫ്രാക്ഷൻ പെർസെൻറ്റേജ് അത് നമ്മൾ എന്താക്കണം, ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ പെർസെൻറ്റേജ്. അപ്പോൾ ഇതും കുറച്ച് പഠിക്കേണ്ടി വരും കേട്ടോ. മിക്സഡ് ഫ്രാക്ഷനാണ് നിങ്ങൾക്ക് അധികം ക്വസ്റ്റ്യൻ ഉണ്ടാവുക SSC പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഓക്കെ, പെർസെൻറ്റേജ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ 16 2/3. 16 2/3% എന്ന് വെച്ചാൽ എത്ര? 16 2/3 എന്ന് വെച്ചാൽ ചെറുതാക്കി കഴിഞ്ഞാൽ 16 ഇൻറ്റു 3 + 2 ഡിവൈഡ് ബൈ 100. ഓക്കെ, അല്ല ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3, സോറി. ഇപ്പോൾ 16 ഇൻറ്റു 3 + 2 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 16 × 48 + 2 15/3. ഓക്കെ, ഇങ്ങനെ കിട്ടും. 15/3
15/3% ഇതാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻറ്റു 100 1/100 ചെയ്ത് കഴിഞ്ഞാൽ 1/6 കിട്ടും. 16 2/3% എന്ന് വെച്ചാൽ 1/6 അതിൻ്റെ ഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു 16 2/3% ഓഫ് 60. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം, മറ്റേങ്ങനെ ചെയ്ത് കുറേ ടൈം കളയണ്ട. ഈ 1/6 പഠിച്ചാൽ മതി. 1/6 ഇൻറ്റു 60 അടിച്ചാൽ പോരെ, ആൻസർ എത്ര വന്നു? 10 വന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14 2/7%. 14 2/7 2/7%. അപ്പോൾ എന്ത് വരും? ഇതിന് നമുക്ക് ചെറുതായിക്കാൻ 1/7 വരും. 14 വന്ന് 1/7. അടുത്ത് 12 1/2 12 1/2%. 12 1/2% ചെറുതാക്കി എത്ര വരും? 1/8 വരും. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചില്ല നമ്മൾ. ഇനി അടുത്ത് നോക്കേണ്ടത് ഇത് 3 പഠിച്ച്. ഇനി 16 2/3% 1/6. ഇനി 16 2/3% ഞാൻ എന്താക്കി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 33 1/3%. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 33 1/3% കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കുക? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1/3 വരും. ആൻസർ എത്ര വരും? 1/3. അതായത് 33.33%. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, അതായത് 1/3 ഫ്രാക്ഷൻ പഠിച്ചാൽ 33 1/3 എന്ന് വെച്ചാൽ 1/3 പഠിക്കുക. ഓക്കെ, ഇനി അടുത്തെന്താ? 14 2/7 എന്താ? 14 2/7 എന്ന് വെച്ചാൽ 1/7. 12 1/2% എന്ന് വെച്ചാൽ 1/8. അടുത്ത് ഇമ്പോർട്ടൻ്റ് 9 1/11%. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊന്നും നോക്കണ്ട, 1/11. ഇനി നേരെ ഇത് തിരിഞ്ഞ് 11 1/9%. ഒന്നും നോക്കണ്ട, എന്താ? 1/9. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതാ. അപ്പോൾ ഈ റിസൾട്ട് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ 9 1/11% എത്രയായിട്ട് മാറും? ഫ്രാക്ഷന് 1/11 ആയിട്ട് മാറും. 11 1. ഓക്കെ, അടുത്തതെന്താ? അപ്പോൾ അടുത്ത ഒന്നും കൂടി ഞാൻ എഴുതാൻ പോകുന്നത് 16.66. അതായത് 16 2/3 മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും? 16.66%. അപ്പോൾ ഇതെന്താണ്? 1/6 ആണ്. നമ്മൾ നേരത്തെ എഴുതി. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കി? ഹാഫ് ആക്കി കണ്ട്. ഹാഫ് ആക്കി കഴിഞ്ഞാൽ 8.33%. 8.33% എന്ത് വരും? ഹാഫ് ആക്കുമ്പോൾ എന്താവും? ഇവിടെ ഡബിൾ ആവും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഹാഫ് ആവും. ഇവിടെ എന്താവും? ഡബിൾ ആവും. അപ്പോൾ 6 എന്ന് പറഞ്ഞത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ 12 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ 8 1/3%. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി ഞാൻ എന്താക്കി? ഞാൻ 14 2/7 എടുക്കാൻ പോവാം. 14 2/7 ആൻസർ എത്ര കിട്ടുന്നത്? 1/7. ഇതിനെ ഞാൻ എന്താക്കൂ? ഹാഫ് ആക്കി മൾട്ടിപ്ലൈ ചെയ്യും. ഹാഫായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 1/7%. അപ്പോൾ 7 1/7% എത്ര? 1/14. 1/14. ഇത് ഡബിൾ ആക്കിയാൽ മതി. അടുത്ത് എന്താ? ഞാൻ എന്താക്കി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. 14 2/7 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 28 4/7%. അപ്പോൾ എന്ത് വരും? 28 4/7% എന്ന് വെച്ചാൽ 2/7. അപ്പോൾ എന്താ? 2 × 1/7. ഇത് 14 ആണ്. അപ്പോൾ 2/7 വരും. അപ്പോൾ ഈ നമുക്ക് എന്താക്കി? ഡബിൾ ആക്കുമ്പോൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ആക്കുമ്പോൾ എന്താണ് ഇതാക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത 6 2/3%. 6 2/3% എന്ന് വെച്ചാൽ 1/15. അപ്പോൾ ഈ ഫ്രാക്ഷൻസ് എല്ലാം നിങ്ങൾ എന്താക്കുക? റിമെമ്പർ ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഇത് എഴുതാൻ പോകാം. 12 1/2%. അതായത് 12.5%. 12.5% എത്ര വരും? 12.5% 1/8 ആണ്. ഓക്കെ, ഇനി ഞാൻ എന്താക്കൂ? ഇതിനെ ഡിവൈഡ് ബൈ 2 അടിച്ച് 12.5% കുറച്ച് പകുതിയാക്കി എത്ര വരും? 6.4. 6.4. 1/4 എന്ന് വെച്ചാൽ കാലല്ലേ. ഇപ്പോൾ 6.25%. 6.25 എന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ആക്കുമ്പോൾ ഡബിൾ ആവും. 8 എന്താവും? 16 ആവും. ഓക്കെ,
ഞാൻ എന്താക്കി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്തൊരു 5നെ കൊണ്ട് 62 1/2%, അതായത് 62.5%. ഇത് ഇതാക്കുമ്പോൾ എന്തൊരു 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ടേമിനെ, അപ്പോൾ 5 ഇൻറ്റു 1/8, ഈ സാധനം എന്താ 1/8 അല്ല, അപ്പോൾ 5/8. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനെ ഞാൻ എന്താക്കി 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, 12 1/2%. 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 87.5% കിട്ടും. ഓക്കെ, അതായത് 87.5%, അതായത് 7/8. ഓക്കെ, ഇനി ഞാൻ എന്താക്കി ഇതിനെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇപ്പം എന്ത് വരും 37.5%, അതായത് 37.5. പിന്നെ എന്ത് വരും 3/8. അപ്പോൾ കണ്ട മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ഈ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഏത് മൾട്ടിപ്പിളും ഡിവൈഡും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടത് 11.11% നമുക്ക് 11 1/9% ചെയ്താൽ മതി. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താ 1/9 ആണ്. ഓക്കെ, ഇതിന് ഞാൻ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 22.22%, അതായത് 22 2/9%, അതായത് 2/9. ഓക്കെ, അടുത്ത ഞാൻ എന്താക്കി ഇതിനെ 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ 55.55%. പിന്നെ ഇതെന്താക്കി 55 5/9%, അതായത് 5/9 വരും. ഓക്കെ, 5/9. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലായത് എന്താണ്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താക്കി മുകളിൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. എത്രയിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മുകളിൽ ഈ ജനറൽ ടേം പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഫ്രാക്ഷൻ പഠിച്ചതിന് നിങ്ങൾക്ക് ഈസിയാവും. ഉദാഹരണത്തിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി 22.22% ഓഫ് 90. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയ 22.22% എന്ന് വെച്ചാൽ എത്ര, 2/9% ഓഫ് 90 ആണല്ലോ. ഇത് നമുക്കറിയാം 11 1/9ൻ്റെ 2 ടൈംസ് ആണ്. അപ്പോൾ എന്തൊരു 2/9 ഇൻറ്റു 90, അപ്പോൾ എത്ര വരും 20 വരും. പെട്ടെന്ന് 2 സെക്കൻഡോളം ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മൾ ചെയ്ത് 11ൻ്റെ കഴിഞ്ഞ്. അതേപോലെ 9 1/11%, അടുത്ത് അത് എത്ര വരും 9.09%, അതായത് 1/11. ഓക്കെ, ഇനി ഇതിന് ഞാൻ എന്താക്കി 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എന്ത് വരും 27 3/11%, അപ്പോൾ എന്ത് വരും 27.37%, അപ്പോൾ 3/11 കിട്ടും. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇതിൻ്റെ റിലേറ്റഡ് ആയ പ്രോബ്ലംസ് ചെയ്യാം. 87.5% ഓഫ് 16. ഇത് 2 സെക്കൻഡിലൂടെ ആൻസർ ചെയ്യുക. നമ്മൾ ഈ ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് 5 മിനിറ്റ് വരെ എടുക്കും. ഓക്കെ, നമ്മൾ 5 മിനിറ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ റാങ്ക് വളരെ ബാക്കോട്ടിലേക്ക് ആയിപ്പോൾ. ഓക്കെ, 87.5%ന് ഞാൻ ഫ്രാക്ഷൻ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് 7/8 ആണ്. അപ്പോൾ 7/8 ഓഫ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ 16, എത്ര ഒരു 2, അപ്പോൾ 7 × 2 14. പെട്ടെന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 216 2/3%. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കിയ 2/3 ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. 200% പ്ലസ് 16 2/3%. എനിക്കിങ്ങനെ എഴുതി കൂടെ 216 2/3 ഞാൻ 200 പ്ലസ് 16 2/3 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 100% എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 200% എത്ര വരും 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താക്കും 2 പ്ലസ് 16 2/3%. 16 2/3% നമ്മൾ ഓൾറെഡി കുറേ വട്ടം എഴുതിയതാണ്. 1/6 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനും നമ്പറും ആഡ് ചെയ്യാം അത് നോക്കാം. 1/a പ്ലസ് 1/b, അതായത് ഇഫ് ഡിനോമിനേറ്റർ ഈസ് ഡിഫറെൻറ്റ്, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയി, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ് ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ എന്തായി, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കണം. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇങ്ങനെ ഇതാണ് a/b പ്ലസ് c/d. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇതിൽ ബിയും ഡിയും ഡിനോമിനേറ്റർ രണ്ടും വേറെ വേറെ വാല്യൂ. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇവിടെ യൂസ് ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ.
ഈ ഏറോ മാർക്കിന് അനുസരിച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് മതി. അതായത് എ ഇൻറ്റു ഡി പ്ലസ് സി ഇൻറ്റു ബി ഡിവൈഡ് ബി ഇൻറ്റു ഡി, എ ഡി പ്ലസ് സി ബി ഡിവൈഡ് ബൈ ബി ഡി ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ 2ൻ്റെ അടിയിൽ ഒരു നമ്പറും ഇല്ല. അപ്പോൾ 2ൻ്റെ അടിയിൽ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ 1 ആയിട്ട് ഒരു നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തുകൂടെ നമുക്ക്? ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. എന്തൊരു 2 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 6, 12 പ്ലസ് 1/6, 13/6 ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 714 2/7%. അപ്പം ഞാൻ എന്താക്കും 700 പ്ലസ് 14 2/7%. 7/1/4 2/7% നമുക്ക് എന്താക്കാം 700% പ്ലസ് 14 2/7 ആണ്. 700% എന്ന് വെച്ചാൽ എത്ര? 7 ആണല്ലോ. 14 2/7 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പോൾ എത്ര ഒരു 1/7 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും എന്താക്കണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടും. അതായത് 15/7 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു 24% ഓഫ് 25. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ 24% അറിയില്ല. അപ്പോൾ നമുക്ക് ഈ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റും 24/100 ഇൻറ്റു 25 ആണല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി നോക്കിയാൽ 24 ഇൻറ്റു 25/100. ഈ ബൈ 100 കിട്ടിയ പെർസെൻറ്റേജ് ആണല്ല. പിന്നെ ആ ക്വസ്റ്റ്യൻ മാറ്റി ഇപ്പം എന്തൊരു 25% ഓഫ് 24 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊരു 25% ഓഫ് 24. അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം നമുക്ക് 24% അറിയില്ല. നമുക്കറിയാം 25%ൻ്റെ ഫ്രാക്ഷൻ എത്ര? 1/4 ആണ്. 1/4 ഇൻറ്റു 24 ചെയ്താൽ പോരെ. ആൻസർ എത്ര വരും? കട്ടായി കഴിഞ്ഞാൽ 6 വരും. 24/4 എത്ര? 6 വരും. ഓക്കെ, അങ്ങനെയാണ് പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസ് ഫിഗർ ഔട്ട് ചെയ്യുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ 36% ഓഫ് 16.66. നമുക്ക് 36% നമുക്കറിയില്ല. നമുക്ക് 16.6 നമ്മൾ കുറേ വട്ടം എഴുതി. 16.66 എന്ന് വെച്ചാൽ 16 2/3 എന്നല്ല. നമുക്ക് പെർസെൻറ്റേജ് മാറ്റം ഉണ്ടാക്കും നമ്മൾ. 16.66% ഓഫ് 36 കണ്ടുപിടിച്ചാൽ മതി. രണ്ട് ഈക്വലാണ്. കാരണം എന്താ? ഡിവൈഡ് ബൈ 100 ഉള്ളതുകൊണ്ട്. അപ്പോൾ എത്ര ഒരു 16 2/3% ഓഫ് 36. 16 2/3 നമ്മൾ കുറേ വട്ടം എഴുതി. 1/6 ആണ്. 1/6 ഇൻറ്റു 36 എത്ര ഒരു 66. ഓക്കെ, ആൻസർ എത്ര? 6. അടുത്ത നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാൻ പോകുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഓക്കെ, ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾ സമയം കളയാൻ വേണ്ടിയിട്ട് ഇവർ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറേ സമയം ഇതിലേക്ക് പോകും, മാത്സിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം പെർസെൻറ്റേജ് നിങ്ങൾ നല്ലോണം സ്പീഡിൽ ഷോർട്ട് കട്ട്സ്, മാക്സിമം ഷോർട്ട് കട്ട്സ് പഠിക്കുക. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിലെല്ലാം അവൈലബിൾ ആണ്. ഏത് എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റേതായ കോമ്പറ്റേറ്റീവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ ഇൻക്രീസ് ഒരു ക്വസ്റ്റ്യൻ ഇൻക്രീസ് 240/10%. ഇപ്പോൾ 240ൻ്റെ 10% കൂട്ടാൻ. ഓക്കെ, അപ്പോൾ സാധാരണ NCERT സ്റ്റുഡൻസ് എങ്ങനെയാണ്? നമുക്കിങ്ങനെ NCERT അപ്രോച്ച് ഉണ്ട്, ICSE അപ്രോച്ച് ഉണ്ട്, കേരള സിലബസ് അപ്രോച്ച് ഉണ്ട്. നമ്മൾ NCERTയും ഇവിടെ കോമ്പറ്റേറ്റീവ് അപ്രോച്ചിലേക്ക് ഞാൻ പറയുന്നുള്ളൂ. ഒരു ഇൻക്രീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ? ഇൻക്രീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ 240 പ്ലസ് 240 ഇൻറ്റു 10/100. ഇതാണ് ഇതിൻ്റെ മീനിങ്, ആക്ച്വൽ മീനിങ്. 240 അതിൻ്റെ ഇപ്പോൾ ഒരു 10% കൂട്ടാം 240ൻ്റെ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്താൽ 240 പ്ലസ് 24, അതായത് 264 ഇതാണ് കിട്ടുക. ഇത് നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ പ്ലസ് എന്ന് വെച്ചാൽ ഇൻക്രീസ് എന്ന് കണ്ടാൽ പ്ലസ് ആണ്. ഇൻക്രീസ് എന്ന് കണ്ടാൽ പ്ലസ് ആണ്.
ഇപ്പോൾ ഇൻക്രീസ് 10 ആകുമ്പോൾ +10%. 10% നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 1/10 ആണ്. ഇപ്പോൾ പ്ലസ് എന്ന് കണ്ടാൽ 1 + 1/10 ചെയ്യണം. 1 + 1/10 ചെയ്യണം, അതായത് 11/10. ഓക്കെ, ഡയറക്റ്റ് എന്താക്കുക, ഈ ഫ്രാക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 240 × 11/10 കട്ട് ചെയ്താൽ 264 ഉണ്ടാവും. ഈ ഫ്രാക്ഷനിൽ കിട്ടും. ഇനി ഡിക്രീസ് എന്ന് വെച്ചാൽ -10%. ഡിക്രീസ് 10% എന്ന് വെച്ചാൽ -10 ആണ്. അപ്പോൾ ഇതിനെന്തൊക്കെയാണ് 1 മൈനസ് ചെയ്യണം. ഓക്കെ, 1 - 9/10. അപ്പോൾ ഇൻക്രീസ് എന്ന് വെച്ചാൽ ഏതിനൊപ്പം നമ്മൾ എന്താക്കണം, ഫ്രാക്ഷൻ വെച്ചിട്ട് 1 ആഡ് ചെയ്യണം. ഓക്കെ, ഫ്രാക്ഷൻ ആദ്യം കണ്ടുപിടിച്ചിട്ട് 1 ആഡ് ചെയ്യണം. ഉദാഹരണം +20% ഇൻക്രീസസ്. അപ്പോൾ ഇതിനെ എന്താക്കുക, 20/100 ആയി ചെയ്ത് കഴിഞ്ഞാൽ 1/5. 1/5 പ്ലസ് അല്ലേ, അപ്പോൾ 1 + 1/5. ഇനി ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ -20%, അതായത് -1/5. അതായത് 1 എന്ന് ഉണ്ടാക്കാം, 1/5 കുറച്ച് കഴിഞ്ഞാൽ 4/5. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് അറിഞ്ഞതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം വേർഡ് പ്രോബ്ലംസിൽ നിങ്ങൾക്ക് കിട്ടും, പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസിലും കിട്ടും. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആക്ച്വൽ ഇൻക്രീസ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇൻക്രീസ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ബൈ 20%. അതായത് 100 നിന്ന് 20% പിന്നെയും കൂട്ടി 120% കൂടിയെന്ന്. ഇപ്പോൾ ആക്ച്വൽ പെർസെൻറ്റേജ് എന്തായി? 120%. ഇൻക്രീസ് ബൈ 10% എന്ന് വെച്ചാൽ എത്ര? 110%. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റും. 25% എത്ര വരും? 25% എന്ന് വെച്ചാൽ 125%. ഓക്കെ, ഇപ്പോഴേക്ക് ഒരു ക്വസ്റ്റ്യൻ. ഡിക്രീസ് 360/20%. അപ്പോൾ 360/20%. അപ്പോൾ 360-ന് 20% കുറക്കാൻ. അപ്പോൾ NCERT അപ്രോച്ചാണ് 360 - 360 × 20/100 എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഏത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 288 കിട്ടും. ഓക്കെ, നമുക്കിവിടെ കോമ്പറ്റേറ്റീവ് അപ്രോച്ചിൽ എങ്ങനെ യൂസ് ചെയ്യണം? ഡിക്രീസ് എന്ന് കണ്ടാൽ നമ്മൾ മൈനസ് എടുക്കണം. -20%. -20 ഞാൻ പറഞ്ഞു 1/5 ആണ് 20% ഫ്രാക്ഷൻ. മൈനസ് എന്ന് കണ്ടാൽ എന്ത്? 1 എന്ന് കുറക്കണം, ടോട്ടൽ 100% കുറക്കണം. അപ്പോൾ എന്തൊരു 4/5. അപ്പോൾ എന്താക്കിയാൽ മതി, 360 × 4/5 ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എത്ര കിട്ടും? 288. ഇങ്ങനെയാണ് ഷോർട്ട് കട്ട്. ഇപ്പോൾ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 1 എന്ന് കുറക്കുക, ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 1 എന്ന് കൂട്ടുക. ഓക്കെ, ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻക്രീസ് 144/37.5%. ഓക്കെ, ഇപ്പോൾ 37.5%ൻ്റെ ഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ എത്ര വരും? ഇത് 3/8 അല്ലേ? 3/8 എന്ത് വരും? ഇൻക്രീസ് ആണ്, പ്ലസ് ആണ്. അപ്പോൾ എന്ത് വരും? 1 + 3/8 ആണ്, 11/8. അപ്പോൾ 11/8 × 144 ചെയ്താണ്. ആൻസർ എന്താ? 8 ഇതെല്ലാം കട്ടായിട്ട് എന്ത് വരും? 198 കിട്ടും. ഓക്കെ, ഇങ്ങനെ എന്താക്കണം, ചെയ്ത് നോക്കാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പെർസെൻറ്റേജ് സക്സസീവ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. സക്സസീവ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഓക്കെ, ഇപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇപ്പോൾ ഒരു പെർസെൻറ്റേജിന് ഒരിക്കൽ ഇൻക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ 2 വട്ടം ഇൻക്രീസ് ചെയ്യുന്നതിന് സക്സസീവ് ആയിട്ട് വരും. അല്ലെങ്കിൽ 3 വട്ടം ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരിക്കൽ ഇൻക്രീസ് ചെയ്ത് പിന്നെ ഡിക്രീസ് ചെയ്യുക, പിന്നെ ഇൻക്രീസ്. ആ പാറ്റേണിൽ പോകുന്നതിന് സക്സസീവ് എന്ന് പറയും. എക്സാമ്പിൾ, ഇൻക്രീസ് 1500/10% ആൻഡ് 10%. ഓക്കെ, 2 വട്ടം 10%-ൽ ഇൻക്രീസ്. ഒരിക്കൽ 1500 10% കൂട്ടാം, എന്നിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ പിന്നെ എന്താക്കുക, 10% കൂട്ടാം. ഇതെങ്ങനെ നമ്മൾക്ക് കോമ്പറ്റേറ്റീവ് NCERT അപ്രോച്ച് ഞാൻ ചെയ്യുന്നില്ല, ഇത് ഡയറക്റ്റ് കോമ്പറ്റേറ്റീവ്. അപ്പോൾ 10% എന്ന് വെച്ചാൽ 10 പ്ലസ് 2 ഇൻക്രീസ്, അപ്പോൾ 2 പ്ലസ് ആണ്. ചിലപ്പോൾ ഇൻക്രീസ് ഫസ്റ്റ് പറയും, പിന്നെ ഡിക്രീസ് പറയും. ഇപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കണം.
അപ്പോൾ ഇതിന് നമ്മൾ എന്താക്കണം, 10% ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ 1500 10%, 10% കൂടി 10% നമ്മൾ ഫ്രാക്ഷൻ മാറ്റി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1/10 ആണ്, +1 ആണ്. ഇപ്പോൾ 1 + 1/10 എത്ര വരും, 11/10 ആണ്. ഇപ്പോൾ 2 തൊട്ട് 11/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1500 × 11/10 11/10. ഓക്കെ, അതാണ് ഫൈനൽ ആൻസർ. ഈ 0 കട്ടായി കഴിഞ്ഞാൽ 15 × 11 × 11 15 × 121, അതായത് 1815 ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് സക്സസീവ് ഇൻക്രീസും ഡിക്രീസും വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻക്രീസ് 1600 by 25%, then decrease by 10%. ഓക്കെ, അപ്പോൾ ഈ 1600-ന് 25% കൂട്ടുക, പിന്നെ 10% കുറക്കുക. അപ്പോൾ നമുക്ക് എന്താ 25% പ്ലസ്, പിന്നെ എന്താ ബി എന്താ -10%. ഇപ്പോൾ 25% നമുക്കറിയാം 1/4 പ്ലസ് ആകുമ്പോൾ എന്താ 1 ആഡ് ചെയ്യുക, 1 + 1/4 എത്ര വരും, 5/4 വരും. ഓക്കെ, മൈനസ് ആണ്, അപ്പോൾ 1/10, അപ്പോൾ 1 മൈനസ് ചെയ്യുക, ഡിക്രീസ് പറഞ്ഞാൽ 1 മൈനസ് ചെയ്യുക. ഓക്കെ, ഫ്രാക്ഷൻ, അപ്പോൾ എന്ത് വരും, 9/10. അപ്പോൾ ഈ രണ്ട് വാല്യൂ കിട്ടിയ ജസ്റ്റ് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1600 × 5/4 × 9/10. ഇത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്ര വരും, 16 4 14 × 5 × 9 14 × 45 വരും. ഓക്കെ, അപ്പോൾ 45 × 4 എത്ര വരും, 20 16 18. അപ്പോൾ ഒരു 0 എക്സ്ട്രാ വരും, 1600. ഓക്കെ, ഇങ്ങനെയാണ് എന്താക്കാം നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു കൺസെപ്റ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനാണ് 2 ഈസ്, നമുക്കില്ലേ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ എല്ലാത്തിനൊരു ബേസ് ഉണ്ട്. ഫ്രാക്ഷൻ ഈസ് ഈക്വലി ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഇത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഡിനോമിനേറ്റർ ഈസ് എ ബേസ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ബേസാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുക, എല്ലാ ഫ്രാക്ഷനും സെറ്റാക്കുക. ഓക്കെ, ഉദാഹരണം 2 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 5. 2 എത്ര പെർസെൻറ്റേജാണ് 5-ൻ്റെ. അപ്പോൾ ഇവിടെ ബേസ് ഏതാ, ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷനിലേക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഇവിടെ 5 ആണ് ബേസ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താ എഴുതാൻ പറ്റും, 2/5. ബേസ് ഡിനോമിനേറ്ററിലുണ്ടാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ, 5 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 2. അപ്പോൾ ഇവിടെ ബേസ് ഏതാ, ബേസ് ഇതാണ്, ബേസ് ഇവിടെ ബേസ് 2 ആണ്. ഇതൊരു 5/2. ഓക്കെ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഫ്രാക്ഷൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മൾ ഈ സാധനം എന്താക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഫ്രാക്ഷൻ പെർസെൻറ്റേജ് ഇത് നമ്മൾ എഴുതിയതാണ്, ഇതെന്താക്കണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഇതെല്ലാം വരുന്നത് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പൗസ് ചെയ്തിട്ട് എന്താക്കണം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഡിസ്ട്രിബ്യൂട്ടർ, ഇതൊരു PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. Person distribute his salary 2775 between A and B in the ratio 2:3. Find the share of A. What percentage of B? Okay. What percentage of B? What percentage of B? അപ്പോൾ ഇതിൽ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരാളുണ്ട്, അയാൾ സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എയിലും ബിയിലും. അയാൾക്ക് 2775 കിട്ടുന്ന സാലറി. പി എം ബിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു 2:3. ഓക്കെ, അപ്പോൾ ഇതിൽ ഫൈൻഡ് ദ ഷെയർ ഓഫ് എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി. ബി ആണ് ബേസ്. ബി ബേസ് ആണെങ്കിൽ നമുക്ക് എന്ത് വരാം, 2/3 എഴുതി കൂടെ, ബി ഡിനോമിനേറ്ററിലല്ലേ വരാം, ഇൻറ്റു പെർസെൻറ്റേജ്. ഇപ്പോൾ ഈ 2/3 × 100 ഈ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷെയർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് കിട്ടുക, എൻ്റെ ഷെയർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 66%. അപ്പോൾ 66.66% കിട്ടും. ഓക്കെ, അടുത്ത
അടുത്തൊരു കൺസെപ്റ്റാണ്, അതായത് ചേഞ്ച് പേഴ്സൻറ്റേജ് ചേഞ്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ്. ഇപ്പോൾ ഏരിയ ചേഞ്ച്, ഇത് ഏരിയ, വോളിയം ഇതെല്ലാം അപ്ലിക്കബിളാണ്. ഓക്കെ, പെരിമീറ്റർ നോട്ട് അപ്ലിക്കബിളാണ്. ഏരിയ വോളിയം എന്താ, ഇതിലേക്ക് ഡയറക്റ്റ് ഈ സാധനം ഇക്വേഷൻ ഇട്ട് കൊടുത്തതിന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അതായത് A+B+AB ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. A and B are in പെർസെൻറ്റേജിൽ തന്നെ എഴുതണം കേട്ടോ. നിങ്ങൾ ഫ്രാക്ഷനിലേക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് ഫൈനൽ ആൻസർ എന്ത്, പെർസെൻറ്റേജിൽ എത്ര ചേഞ്ച് ആയി എന്ന് കിട്ടും ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ. ഓക്കെ, നോട്ട് അപ്ലിക്കബിൾ ഇൻ പെരിമീറ്റർ കേട്ടോ. പെരിമീറ്ററിൽ ഇത് ചെയ്യാൻ പറ്റില്ല, ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഓൺലി ഏരിയ വോളിയം അങ്ങനത്തെ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിലെല്ലാം ചെയ്യാൻ പറ്റും. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, പിന്നെ വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ, അങ്ങനത്തെ കാര്യത്തിലെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കുറേ മെത്തേഡിൽ ചെയ്യാം. ഇക്വേഷൻ മെത്തേഡിൽ ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട്, ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, ഓരോ വാല്യൂ ഓപ്ഷൻ വെച്ചിട്ട് അസ്യൂം ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, ഇഫ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25% ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 20%, ഫൈൻഡ് ദ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഏരിയ. അപ്പോൾ ഞാൻ എന്താക്കി, എത്ര ഇവിടെ ഇൻക്രീസ് എന്നാണ് പറയും. ഇൻക്രീസ് എന്ന് വെച്ചാൽ എന്താ, +25%. ഞാൻ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യും. ഞാൻ ഇതിൽ മൊത്തം ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, B = എന്തൊരു -20%. നമ്മളെന്താക്കും, ഇക്വേഷൻ അപ്ലൈ ചെയ്യും. പെർസെൻറ്റേജ് ചേഞ്ച് എന്തൊരു A+B+AB ഡിവൈഡ് ബൈ 100. അതായത് 25 + -20 + 20 ഇൻറ്റു -25 അല്ല 25 ഇൻറ്റു -20 ഡിവൈഡ് ബൈ 100. ഓക്കെ, 25 - 20 എത്ര, 5 ആണ്. എത്ര വരും, ഒന്നും കൂടി എഴുതാം, ഇതായിപ്പോൾ ഓക്കെ, ഇതെത്ര 5 ആണ്. ഇത് 0 കട്ടായി, 25 5 എത്ര കിട്ടും, ഇത് 5 2 കട്ടായി, ആൻസർ 5 5 - 5 0%. അപ്പോൾ ഇവിടെ ഒരു ഇതും നടക്കുന്നില്ല. അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിളിൻ്റെ ഇൻക്രീസ് ചെയ്ത് 25% ഇൻക്രീസ് ചെയ്ത്, ഇത് ലെങ്ത് ഇൻക്രീസ് ചെയ്ത്, ബ്രെഡ്ത്ത് എന്താക്കി 20% കുറച്ച്. ഓക്കെ, 20% കുറച്ച്. ഞാൻ ഈ ഡോട്ടഡ് ലൈനാണ് കുറച്ചത്. അപ്പോൾ ഇതിനൊന്നും സംഭവിക്കുന്നില്ല, ഏരിയക്ക് നോ ചേഞ്ച്. ലെങ്ത് കൂട്ടി, അപ്പോൾ ഏരിയ എന്താക്കി 0%. 0% മീൻസ് നോ ചേഞ്ച്, ഏരിയ ഒന്നും മാറുന്നേ ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ്. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ മെത്തേഡിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾഡ് ന്യൂ മെത്തേഡും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അടുത്ത പ്രോബ്ലം ഇതെങ്ങനെ ചെയ്യാം. ഇഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 40% ആൻഡ് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇറ്റ്സ് ഏരിയ. അപ്പോൾ എയും ബി എന്താ, ഇത് സൈഡ് ആയതുകൊണ്ട് സെയിം ആണ്. അപ്പോൾ എന്താക്കിയാൽ മതി, എ ബി എല്ലാം സെയിം, എ തന്നെ എടുത്താൽ മതി, ഇത് സോൾവ് ചെയ്താൽ മതി. ഇപ്പോൾ 40 + 40 ഇക്വേഷൻ എന്താ, A+B+AB ബൈ 100. ഓക്കെ, ഈ ഇക്വേഷൻ ഇത് സോൾവ് ചെയ്ത് നമുക്ക് 96% കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 12.5%, ദെൻ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച്. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്താക്കി 12.5% കൂട്ടി. റേഡിയസ് 12.5, ഇതാണ് റേഡിയസ്. സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ എന്താ പറയുക, റേഡിയസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ റേഡിയസിന് 12.5% ഇൻക്രീസ് ചെയ്തതിന് എന്താ സംഭവിക്കുക. അപ്പോൾ ഞാൻ എന്താക്കി, ഏരിയ = πr², സർക്കിളിൻ്റെ ഏരിയ = πr². ഈ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ന്യൂ വാല്യൂ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ എന്താ, ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡ് ബൈ ഓൾഡ് വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ മറ്റേ ഇക്വേഷൻ വെച്ചിട്ടാണ് A+B+AB ബൈ 100. എയും ബിയും എന്താ സെയിം ആണ്, 12.5. ബി എന്താ റേഡിയസ് തന്നെയല്ലേ 12.5.
ഇപ്പോൾ 12.5 പ്ലസ് 12.5 ഇത് രണ്ട് പെർസെൻറ്റേജിലാണ്. മാറ്റുമ്പോൾ എന്തൊരു 1/8 ആണ്. ഇപ്പോൾ 12.5 ഇൻറ്റു 12.5 ഡിവൈഡ് ബൈ 100 അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 25/16. 12 കൂട്ടിക്കഴിഞ്ഞാൽ 25 കിട്ടും. ഓക്കെ, പിന്നെ 25/16 ഇത് സോൾവ് ചെയ്യുന്നത് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 425/16 കിട്ടും. അതിന് ചെറുതാക്കിയ 26.5 കിട്ടും ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് എന്താ റേഡിയസിൻ്റെ ഇൻക്രീസ് കണ്ടുപിടിക്കുക, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് പൗസ് അടിച്ചിട്ട് മെല്ലനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക ഇക്വേഷൻ വെച്ച്. ഓക്കെ, ഇപ്പോൾ പെരിമീറ്ററിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത ആൻസർ തെറ്റു. നിങ്ങൾ കൺസെപ്റ്റ് വെച്ചിട്ട് എന്താക്കുക ചിന്തിച്ച് ചെയ്ത് നോക്കുക. ഇതാ, and if the length of the cuboid is increased by 20% and breadth increased 30%, height is decreased by 50%, find the change in the volume. ഓക്കെ, ക്യൂബോയിഡ് കണ്ടില്ല, കാർബോർഡ് വെട്ടിയില്ലേ, കാർബോർഡ് റൂബിക്സ് ക്യൂബ് ആണെങ്കിൽ ക്യൂബ് ഫുൾ ഏരിയയിലെ സൈഡ് ഇരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷെ കാർബോർഡ് ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് വെക്കുന്ന പെട്ടിക്കാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അതിന് ലെങ്ത്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും. ഓക്കെ, അത് ഇൻക്രീസ് എന്നാണ് പറഞ്ഞത്. ലെങ്ത്ത് 20% ഇൻക്രീസ് എന്നാണ് പറഞ്ഞത്. പിന്നെ ബ്രെഡ്ത്ത് 30% ഇൻക്രീസ് എന്നാണ് പറയുന്നത്. പിന്നെ ഹൈറ്റ് ഡിക്രീസാണ് 50%. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ചില ആൾ എന്താക്കും, വേറെ ഏതെല്ലാം മെത്തേഡ് ഈ ഇക്വേഷൻ്റെ സ്പീഡിൽ ചെയ്യാൻ പറ്റും, കാരണം ഇത് ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഇത് രണ്ടും എന്താക്കുക, ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക. ഇവിടെ ഒരു ആൻസർ കിട്ടില്ല, ആ ആൻസറും പിന്നെ ഇതും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് 20% പ്ലസ് ആണ്, 20%ന് മാറ്റണ്ട. A + B + AB/100 ഇതാണ് നമ്മൾ ചേഞ്ച്. ഓക്കെ, എത്ര? 20, B 30, 20 ഇൻറ്റു -30 ഡിവൈഡ് ബൈ 100. ഈ 2 കട്ടായി 50 + 6 56% കിട്ടും. ഇവിടെ ആൻസർ കിട്ടി. പിന്നെ എന്തായി, ഇനി 56ഉം -15 ചെയ്താൽ എന്ത് കിട്ടി? ഫൈനൽ ചേഞ്ചിന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്തൊരു 56 + -50 + 56 ഇൻറ്റു -50 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇതെത്ര വരും? 6 വരും. ഇത് ഒരു 0 കട്ടാവും, ഇവിടെ 2 -28 വരും. 6 - 28 -22%. അതായത് ലെങ്ത്ത് കൂട്ടി ബ്രെഡ്ത്തും കൂട്ടി ഹൈറ്റ് 50% കുറക്കുമ്പോൾ എന്താവും? ഏരിയ മൊത്തമായിട്ട് 22% ചുരുങ്ങും, കുറയും. ഓക്കെ, ഏരിയ ഡിക്രീസസ്. നമുക്കറിയാം ലെങ്ത്ത് എത്ര, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്. ഈ കൺസെപ്റ്റ് എല്ലാത്തിനും അപ്ലിക്കാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യാം. ഓക്കെ, പെരിമീറ്റർ ആണെങ്കിൽ എല്ലാം ആഡ് ചെയ്യുക, മറ്റേ ഏരിയ ആണെങ്കിൽ എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി ജസ്റ്റ് കേട്ടോ. ഓക്കെ, ഓൾഡ് എന്ന് വെച്ചാൽ എത്ര? 20% ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതായത് 1/5 പ്ലസ് ആണ്. അപ്പോൾ 1 + 1/5 എത്ര വരും? +5 1/5 6/5 6/5 വരും. ഇവിടെ 6/5 വരും. അടുത്ത ബ്രെഡ്ത്ത് എത്ര? +30%. ഫ്രാക്ഷനിലേക്ക് മാറ്റിക്കാൻ എന്ത് വരും? 3/10 വരും. ഓക്കെ, 3/10 പ്ലസ് ഉള്ളതുകൊണ്ട് എന്താക്കണം? 1 + 3/10 13/10 വരും. അടുത്തെന്താണ്? മൈനസ് ആണ്. അപ്പോൾ -50 എന്ന് വെച്ചാൽ എന്താ? 1/2. അപ്പോൾ 1 നിന്ന് 1/2 കുറച്ചാൽ 1/2 തന്നെ. അടുത്ത് 1/2 അത് കിട്ടി. ഓക്കെ, ഈ ന്യൂമറേറ്ററിലുള്ള സാധനം അവിടെ വെക്കുക, ഡിനോമിനേറ്റർ നേരെ അപ്പുറം പോകും. അതാണ് ഓൾഡ്, പഴയ വാല്യൂ ആണ്. 5, 10, 2. പുതിയ വാല്യൂ എത്ര? 6. ന്യൂമറേറ്ററിലുള്ള വാല്യൂ 1. ഇതെന്താക്കുക? താഴോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 5 × 10 × 2 എത്ര? 10 100 വരും. എത്ര വരും? 6 × 3 എത്ര? 30 78. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര? വ്യത്യാസം -22. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ വോളിയം ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. നേരെ മറിച്ച് പെരിമീറ്റർ വെച്ച് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള പെരിമീറ്റർ വെച്ച് റെക്റ്റാങ്കിൾ നേരത്തെ പ്രോബ്ലം നിങ്ങൾ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എന്താക്കണം? ആഡ് ചെയ്യും. ഓക്കെ,
പെരിമീറ്റർ ആണെങ്കിൽ എന്താക്കണം, ഇതേ കൺസെപ്റ്റിൽ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്താൽ മതി അവിടെ. ഓക്കെ, എൻ്റെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഇക്വേഷൻ. പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താ? ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡ് ബൈ ഓൾഡ് വാല്യൂ. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് റവന്യൂ ചോദിച്ചു, റവന്യൂ ആണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ എന്ത് വരും? ന്യൂ റവന്യൂ മൈനസ് ഓൾഡ് റവന്യൂ ഡിവൈഡ് ബൈ ഓൾഡ് റവന്യൂ വരും. ഇനി ഇവിടെ പ്രോഫിറ്റ് വെച്ചാലോ, പെർസെൻറ്റേജ് ചേഞ്ച് പ്രോഫിറ്റ് വെച്ച് ന്യൂ പ്രോഫിറ്റ് മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഓൾഡ് പ്രോഫിറ്റ്. ഓക്കെ, അത് ഈ വാല്യൂവിൻ്റെ വരെ അവിടെ മാറ്റി. ഈ ക്വസ്റ്റ്യനിൽ എ മാൻ മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ 7/4 ഇൻസ്റ്റെഡ് ഓഫ് 3/4. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ റവന്യൂ. റവന്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു മനുഷ്യൻ എക്സ് അയാൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് 7/4 3/4 7/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സ്ഥാനത്ത് 7/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇവിടെ റോങ് ആൻസർ അല്ലേ കിട്ടുക? ഇത് കറക്റ്റ് ആൻസർ, റൈറ്റ് ആൻസർ. പക്ഷെ നമുക്ക് എന്താക്കണം, ബേസ് ഏതാ? ന്യൂമറേറ്റർ ഫ്രാക്ഷൻ്റെ ബേസ് എന്താ? ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ബേസ്. അപ്പോൾ ബേസ് 4, ഇവിടെ എന്താ 5 ആണ്. അപ്പോൾ അതിൻ്റെ കോമൺ മൾട്ടിപ്ലിക്കേഷൻ 4ഉം 5ഉം ആയ നമ്പർ നമ്മൾ അസ്യൂം ചെയ്യാം. നമുക്കിത് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് ഏത് നമ്പർ അസ്യൂം ചെയ്യാം. ഞാനിവിടെ 4ഉം 5ൻ്റെ ടേബിൾ 20 ആണ് പിന്നെയും ബെറ്റർ. അങ്ങനെ നമുക്ക് നമ്പർ കിട്ടും. പിന്നെ എന്താക്കും, 7/4 × 20 എത്ര വരും? 35 കിട്ടും. റോങ് ആൻസർ എത്ര? 35. എക്സാമ്പിൾ അസ്യൂം ചെയ്തതാണ് ഈ വാല്യൂ, അസ്യൂം വാല്യൂ. അപ്പോൾ 3/5 × എത്ര വരും? 20 എത്ര വരും? 4 12. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ വരാം? ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ ഡിവൈഡ് ബൈ ഓൾഡ് വാല്യൂ. അപ്പോൾ എത്ര വരും? 35 വാല്യൂ വരും. ഓക്കെ, അതായത് 573/12 573/3 വരും പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് അതേ പ്രോബ്ലം. സ്റ്റുഡൻറ്റ് മൾട്ടിപ്ലൈ നമ്പർ ബൈ 3/5 ഇൻസ്റ്റെഡ് ഓഫ് 5/3. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ? അപ്പോൾ അത്രയാണ് ആ എറർ കണ്ടുപിടിക്കുന്നത്. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ നമ്പർ ഈസ് സക്സസ്ഫുള്ളി ഡിക്രീസ് ബൈ 25%, 40% ആൻഡ് 20%. ദെൻ ഇറ്റ് ബിക്കംസ് 32904. വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ ഞാൻ ഇത് ചെയിൻ റൂൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ എന്താക്കി, ഒരു നമ്പറിന് എന്താക്കി ഡിക്രീസ് ചെയ്തു. -25%, -40% ആൻഡ് -20. 3 ഡിക്രീസാണ്, ഇപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ നമ്പറാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് മൈനസ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ, ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/4. ഇപ്പോൾ മൈനസ് ആയതുകൊണ്ട് 1 കുറക്കുക, എന്തൊരു 4/10 2/5. ഇപ്പോൾ 1 - 2/5 വരും. അടുത്ത് എന്ത് വരും? 20/100 എത്ര വരും? 1/5. 1 - 1/5. അപ്പോൾ 1 - 1/4 എത്ര വരും? 3/4 3/5 4/5. ഓക്കെ, അപ്പോൾ ഈ 3 നമ്പറും എന്താ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. അപ്പോൾ x × 3/4 × 3/5 × 4/5 = 32904. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ എന്താക്കും, ഈ LHS = RHS. LHS = RHS. LHS പ്ലസ് അപ്പുറം പോകുമ്പോൾ എന്താ മൈനസ്, മൈനസ് അപ്പുറം പോകുമ്പോൾ എന്താ പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻ അപ്പുറം പോകുമ്പോൾ ഡിവൈഡ് ആവും, ഡിവൈഡ് അപ്പുറം പോകുമ്പോൾ ഇൻറ്റു. ഓക്കെ, നമ്മളെന്താക്കും, ഇതിനെല്ലാം അപ്പുറം പോകുമ്പോൾ ഈ ഡിവൈഡ് അപ്പുറം പോകുമ്പോൾ മുകളിലോട്ടേക്ക് പോകും. 32904 × 4 × 5 × 5 ഡിവൈഡ് ബൈ 3 × 3 × 4. ഈ 4ഉം 4എല്ലാം കട്ടായി. നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് അറിയാം? ആൻസർ 91400, 91,400 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ population of the city is 25,000. If it is increasing at the rate of 20% every year, the population of the city after 3 years will be. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്താക്കണം, 3 കൊല്ലത്തെ കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര വരും? 6/5 വരും. ഇത് 6/5 വരും. 6/5 3 കൊല്ലത്തേക്ക് കണ്ടുപിടിക്കും. ഇതിപ്പോൾ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ എന്താക്കുക, 5 വട്ടം 6/5 മൾട്ടിപ്ലൈ. അപ്പം എന്ത് വരും?
25,000 ഇൻറ്റു 6/5 ഇൻറ്റു 6/5 ഇൻറ്റു 6/5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 25 1 കിട്ടും. പിന്നെ 216 ഇൻറ്റു 200, ഇപ്പം 43,200 ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്താക്കുക ഫിഗർ ഔട്ട് ചെയ്യുക. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ എന്താക്കുക അനലൈസ് ചെയ്യുക. ഇവിടെ വാല്യൂസ് മാറ്റും, ഇവിടെ വാല്യൂസ് മാറ്റും എവറി ഇയർ. ഇതൊരു സക്സസീവ് ഇൻക്രീസിൻ്റെ പ്രോബ്ലം. സക്സസീവ് ഡിക്രീസ് ഇതേപോലെ ചോദിക്കാം. ഓക്കെ, ഈ 3 ഇയർ നമുക്ക് മാറ്റാം. ഇപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം, ഇത് ഹോംവർക്ക് തരാം. ഇത് ഹോംവർക്ക്, ഇത് എല്ലാ കൊല്ലവും കാണുന്ന ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഷുഗറിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ല ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ പേഴ്സൺ ഗേവ് 40% ഇസ് സാലറി ഹിസ് വൈഫ് ആൻഡ് ഗേവ് 20%. എ പേഴ്സൺ, അടുത്ത ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ പേഴ്സൺ ഗേവ് 40% ഓഫ് ഹിസ് സാലറി ഹിസ് വൈഫ്. ഹി ഗേവ് 20% remaining sum and 50% remaining amount is spent on living and rest. Luxury living ആണ്. Deposited in the bank. Find the monthly salary. മന്ത്ലി സാലറി. ഇപ്പോൾ ഒരാളുണ്ട്, അയാളെ 40% അയാളെ ഭാര്യയ്ക്ക് കൊടുത്തു, 40% അയാളെ നോക്കി വൈഫിന് കൊടുത്തു, ബാക്കി 20% എത്ര അയാളെ സണ്ണിന് കൊടുത്തു. ഓക്കെ, റിമൈനിങ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 60% തീർന്നു, ഫിനിഷ് കേട്ടോ. 60%, ബാക്കി എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 40% ഇല്ലേ? 40%, 40%ന് 50% അയാൾ ലക്ഷറി ലിവിങ് നടത്തി. അപ്പോൾ 40ൻ്റെ 50% എത്ര? 20%. 20% അയാൾ ലക്ഷറി ആയിട്ട് ജീവിച്ച്. പിന്നെ അയാൾ 20% എന്താ ബാങ്കിൽ കൊണ്ടിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 20% ഓഫ് എക്സ് ഈക്വൽ ടു ആൾക്ക് ബാങ്കിൽ കൊണ്ടിട്ട പൈസ എത്ര? 1,20,000. 1,20,000. അപ്പോൾ 20/100 എക്സ് ഈക്വൽ ടു 1,20,000. എക്സ് എത്ര വരും? 1,20,000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 100 വരും, 6 lakh വരും. അപ്പോൾ അയാളെ മന്ത്ലി സാലറി എത്ര വരും? 6 ലക്ഷം ഉറുപ്പ്യ വരും. ഓക്കെ, ഇങ്ങനെ എന്താക്കണം പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തരാം, ഇത് ഹോംവർക്ക് ചെയ്തിട്ട് തരാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, പ്രൈസ് ഓഫ് ദി ഷുഗർ. ഇതും എന്താക്കാം ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഓക്കെ, നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. പെർസെൻറ്റേജും കാര്യങ്ങളും പഠിച്ച് സക്സസീവ് ഇൻക്രീസ് ഡിക്രീസ്, പിന്നെ കുറച്ച് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ആക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച്. ഓക്കെ, മാക്സിമം നിങ്ങൾ എന്തൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.